ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, മാസപ്പടി വിവാദത്തിൽ SFIO അന്വേഷണം റദ്ദാക്കണമെന്ന വീണ വിജയന്റെ ഹർജി കർണാടക ഹൈക്കോടതി പരിഗണിക്കാനിരുന്നത് ഇന്നലെയാണ്, അതായത് 12-ാം തീയതി രാവിലെ 10:30 ജസ്റ്റിസ് M നാഗപ്രസന്നയുടെ സിംഗിൾ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. അന്വേഷണം നിയമവിരുദ്ധമാണ് എന്ന് ചൂണ്ടിക്കാണിച്ച് സമർപ്പിച്ച ഹർജിയിൽ കോടതിയുടെ നിലപാട് നിർണായകം തന്നെയാണ്. വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കിന്റെ സേവന സാമ്പത്തിക ഇടപാട് രേഖകൾ തേടി SFIO സമൻസ് അയച്ചതിന് പിന്നാലെയാണ് കമ്പനി നിയമവഴിയിൽ നീങ്ങിയത്. ഇക്കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടിട്ടുള്ള ഹർജി വീണ വിജയൻ കർണാടക ഹൈക്കോടതിയിൽ സമർപ്പിച്ചത്. എന്റെ കയ്യിൽ കറ പുരണ്ടിട്ടില്ലെങ്കിൽ ഒരന്വേഷണത്തെ ഞാൻ എന്തിനാണ് ഭയക്കുന്നത്? നമ്മുടെ വീട്ടില് അനധികൃതമായി ഒളിപ്പിച്ചു വെച്ച ഒന്നുമില്ലെങ്കിൽ ഒരു റെയ്ഡിനെ ഭയപ്പെടുന്നതിന്റെ കാരണം എന്താ? അന്വേഷണം പ്രഖ്യാപിച്ചതിന് ആധാരമായ രേഖകൾ വിളിച്ചു വരുത്തണമെന്ന ആവശ്യവും ഹർജിയിലുണ്ട്. രേഖകൾ സമർപ്പിക്കാൻ വേണ്ടി വിഷയത്തില് കോടതി തീർപ്പ് കൽപ്പിക്കുന്നതിന് മുമ്പ് SFIOയുടെ തുടർ നീക്കങ്ങൾ ഇടക്കാല ഉത്തരവിലൂടെ തടയണമെന്ന ആവശ്യവും എക്സാലോജിക്ക് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാരും SFIO ഡയറക്ടറുമാണ് കേസിൽ എതിർകക്ഷികൾ. ആരോപണം ഉയർന്നു മാസങ്ങൾ പിന്നിട്ടിട്ടും പ്രതികരണമോ നിയമ പോരാട്ടമോ നടത്താത്ത എക്സാലോജിക്ക് SFIO അന്വേഷണം തങ്ങളിലേക്ക് എത്തുന്നു എന്ന ഘട്ടത്തിലാണ് കോടതിയെ സമീപിച്ചത്. അതുവരെ മുന്നോട്ട് പോയിട്ടില്ല. വിഷയത്തിൽ കർണാടക ഹൈക്കോടതിയുടെ നിലപാട് നിർണായകം തന്നെയാകും. മാസപ്പടി വിവാദത്തിൽ SFIO അന്വേഷണം ആവശ്യപ്പെട്ട് ഷോൺ ജോർജ് സമർപ്പിച്ച ഹർജി കേരള ഹൈക്കോടതി പരിഗണിക്കുമ്പോഴാണ് ഈ ഒരു സംഭവം അരങ്ങേറുന്നത്. കേസിൽ അന്വേഷണം ആരംഭിച്ച സാഹചര്യത്തിൽ ഹർജി കോടതി തീർപ്പാക്കുക തന്നെ ചെയ്യും. ഇപ്പോ KSIDCയുടെ രേഖകൾ ആവശ്യപ്പെട്ട് കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം സമർപ്പിച്ച ഹർജിയും ഇന്നലെ തന്നെയാണ് കേരള ഹൈക്കോടതി പരിഗണനയ്ക്ക് വരുന്നത്. 12-ാം തീയതി കോടതിയുടെ ഉത്തരവ് വരട്ടെ എന്ന് പറഞ്ഞു. വന്നു കഴിഞ്ഞപ്പോഴോ അതുവരെ എനിക്ക് 100 കോടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ ഉണ്ടെന്ന് തെളിഞ്ഞപ്പോഴോ എക്സാലോജിക്കിനെതിരെ SFIO കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിന്റെ പകർപ്പ് ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. എക്സാലോജിക്ക് ഗുരുതരമായ നിയമലംഘനം നടത്തിയെന്ന് സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട്. ഇത് ഉൾപ്പെടുന്നതാണ് ഇടക്കാല റിപ്പോർട്ട്. ഇടക്കാല സ്ഥിതി റിപ്പോർട്ട് അനുസരിച്ചിട്ട് തന്നെയാണ് SFIO അന്വേഷണം നടത്തിയത്. ചില സാമ്പത്തിക ഇടപാടുകൾ സംശയകരമാണ്. ഇതിലാണ് അന്വേഷണം നടത്തുന്നത്. നികുതി അടച്ചതുകൊണ്ട് മാത്രം നിയമപരമാകത്തില്ല. സംസ്ഥാന നികുതി വകുപ്പിൽ നിന്ന് രേഖകൾ ആവശ്യമാണെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട്. രാഷ്ട്രീയ നേതാക്കൾ CMRL നിന്ന് 135 കോടി രൂപ വാങ്ങിയെന്ന വെളിപ്പെടുത്തൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പൊതു താല്പര്യം ഉൾപ്പെടും. പ്രോസിക്യൂഷൻ അനുമതി ഇതുവരെ തേടിയിട്ടില്ലെന്നും സത്യവാങ്മൂലത്തിലുണ്ട്. അതേസമയം SFIO അന്വേഷണത്തിനെതിരെ എക്സാലോജിക്ക് നൽകിയ ഹർജിയിൽ കർണാടക ഹൈക്കോടതി പിന്നീടാണ് വിധി പറയുമെന്ന് പറയുന്നത്. ഹർജിയിൽ വിധി പറയുന്നതുവരെ കടുത്ത നടപടിയൊന്നും പാടില്ല എന്ന് ഹൈക്കോടതി നിർദ്ദേശം വന്നു കഴിഞ്ഞു. SFIO ആവശ്യപ്പെട്ട രേഖകൾ എക്സാലോജിക്ക് ലഭ്യമാക്കണമെന്നും കോടതി വ്യക്തമാക്കി. വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കിന്റെ സേവന സാമ്പത്തിക ഇടപാട് രേഖകൾ തേടി SFIO സമൻസ് അയച്ചതിന് പിന്നാലെയാണ് കമ്പനി നിയമവഴിയിൽ നീങ്ങേണ്ടി വന്നത്. ഇക്കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് അന്വേഷണം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള ഹർജി വീണ വിജയൻ കർണാടക ഹൈക്കോടതിയിൽ സമർപ്പിച്ചത്. അന്വേഷണം പ്രഖ്യാപിച്ചതിന് ആധാരമായ രേഖകൾ വിളിച്ചു വരുത്തണമെന്ന ആവശ്യം ഹർജിയിൽ പ്രത്യേകമായി പറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു വഴിപാടും ഇവിടെ നടക്കില്ല. ഇനി കരിമണൽ കമ്പനിയായ CMRLുമായി ബന്ധപ്പെട്ട ഇടപാടുകളിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ്, അതാണ് SFIO, അവർ നടത്തുന്ന അന്വേഷണത്തിലാണ് ഇടക്കാല സ്റ്റേ ആവശ്യപ്പെട്ടിട്ടുള്ള ഹർജി നടന്നത്. കർണാടക ഹൈക്കോടതി വിധി പറയാൻ അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതുവരെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ കോടതി തടഞ്ഞിട്ടുണ്ട്, കാരണം വിധി വരുന്നത് വരെ. അതേസമയം SFIO ആവശ്യപ്പെടുന്ന എല്ലാ രേഖകളും എക്സാലോജിക്ക് ഹാജരാക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. SFIO നോട്ടീസിന് വീണ വിജയൻ മറുപടി നൽകണമെന്നും നിർദ്ദേശമുണ്ട്. എക്സാലോജിക് സൊല്യൂഷൻസ് കമ്പനി ഡയറക്ടറും
മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുമായ ഈ വീണയാണ് അന്വേഷണത്തിനെതിരെ കോടതിയെ സമീപിച്ചത്. ജസ്റ്റിസ് എം നാഗപ്രസന്നയുടെ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. വിധി പറയുന്നതുവരെ എക്സാലോജിക്കിനെതിരെ കടുത്ത നടപടി പാടില്ല എന്ന് കോടതി SFIOയ്ക്ക് നിർദ്ദേശം നൽകി. അതേസമയം അന്വേഷണം റദ്ദാക്കണമെന്ന വീണയുടെ ആവശ്യം കോടതി അംഗീകരിച്ചില്ല. അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ വിലക്കിയെങ്കിലും അന്വേഷണവുമായി മുമ്പോട്ട് പോകുന്നതിന് തടസ്സമില്ല എന്ന് കോടതി വ്യക്തമാക്കി. അറസ്റ്റിൽ ഉദ്ദേശമുണ്ടോ എന്ന് കോടതി ചോദിച്ചു. തൽക്കാലം നോട്ടീസ് നൽകുക മാത്രമാണ് ചെയ്തിരിക്കുന്നത് എന്നാണ് SFIO കോടതിയെ അറിയിച്ചത്. ഹർജിയിൽ വിശദമായ വാദം കേട്ട ശേഷമാണ് വിധി പറയാനായി മാറ്റിയത്. അതേസമയം എന്നത്തേക്ക് വിധി പറയുമെന്ന് കോടതി വ്യക്തമാക്കിയിട്ടില്ല. അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നതിന് തടസ്സമില്ലെങ്കിലും അറസ്റ്റ് ഉൾപ്പെടെയുള്ള കടുത്ത നടപടികൾ വിധി പറയുന്നതുവരെ പാടില്ല എന്ന് SFIOയ്ക്ക് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറലിനോട് കോടതി വാക്കാൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. അത്തരം നടപടി ഉണ്ടാകില്ല എന്ന് അദ്ദേഹം കോടതിയെ അറിയിക്കുകയും ചെയ്തു. ഇത് വീണ വിജയനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇടക്കാല ആശ്വാസമാണ്. എന്നാൽ അന്വേഷണവുമായി സഹകരിക്കണമെന്ന നിർദ്ദേശം വലിയ തിരിച്ചടി തന്നെയാണ്. SFIO അന്വേഷണം നിലനിൽക്കില്ല എന്ന് എക്സാലോജിക്ക് കോടതിയിൽ ആവശ്യപ്പെട്ടു. രജിസ്റ്റർ ഓഫ് കമ്പനി അന്വേഷണം തുടരുകയാണ്. അത് തുടരാമെന്നും CMRLുമായി ഇടപാടിലെ ആരോപണത്തിന് മറുപടി നൽകിയിട്ടുണ്ടെന്നും എക്സാലോജിക്ക് അറിയിച്ചു. ഇതോടെ രജിസ്റ്റർ ഓഫ് കമ്പനി അന്വേഷണം എന്താണെന്ന് കോടതി ചോദിച്ചപ്പോൾ അന്വേഷണ പുരോഗതി അറിയില്ല എന്ന് എക്സാലോജിക്കിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ അറിയിച്ചു. കരിമണൽ കമ്പനിയായ CMRLൽ നിന്ന് എക്സാലോജിക് സൊല്യൂഷൻസ് കമ്പനിക്ക് അനധികൃതമായി പണം ലഭിച്ചതിനെ കുറിച്ചിട്ടാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം നടത്തുന്നത്. SFIO, കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം എന്നിവരെ എതിർകക്ഷികളാക്കിയാണ് വീണയുടെ ഹർജി. CMRLും എക്സാലോജിക്കുമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച അന്വേഷണത്തിന്റെ ഭാഗമായി വിവിധ രേഖകൾ ആവശ്യപ്പെട്ട് വീണയ്ക്ക് SFIO സമൻസ് നൽകിയിട്ടുണ്ടായിരുന്നു. നേരത്തെ CMRLലും അതുപോലെ KSIDCയിലും നേരിട്ടുള്ള പരിശോധനയ്ക്ക് മുന്നോടിയായി നൽകിയ നോട്ടീസാണ് വീണയുടെ കമ്പനിക്കും നൽകിയത്. കമ്പനിയുടെ സേവനം, സാമ്പത്തിക ഇടപാടുകൾ എന്നിവയെ സംബന്ധിച്ച രേഖകളാണ് നൽകേണ്ടത്. SFIO അന്വേഷണത്തിന് ഇടക്കാല സ്റ്റേ ആവശ്യപ്പെട്ട് കർണാടക ഹൈക്കോടതിയിൽ വീണ നൽകിയ റിട്ട് ഹർജിക്കൊപ്പം ഈ സമൻസ് രേഖയും ഹാജരാക്കിയിട്ടുണ്ട്. ജനുവരി 31-ാം തീയതിയിലെ അന്വേഷണ ഉത്തരവ് തന്നെ റദ്ദാക്കണമെന്നും വീണയുടെ ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. SFIO അന്വേഷണം പ്രഖ്യാപിക്കാൻ ആധാരമായ എല്ലാ രേഖകളും കോടതി വിളിച്ചു വരുത്തി തങ്ങൾക്ക് കൈമാറണമെന്നും അഭ്യർത്ഥിച്ചിട്ടുണ്ട്. എന്നാൽ വീണ ഇപ്പോൾ കേരളത്തിലില്ലെന്നും അന്വേഷണ ഉദ്യോഗസ്ഥരെത്തിയപ്പോൾ വീണ നാട് കടന്നെന്നുമാണ് പുതിയ വാർത്തകൾ. മാസപ്പടി കേസിൽ അന്വേഷണം നേരിടുന്ന വീണ വിജയൻ കേരളം വിട്ടതായി സൂചന. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി നോട്ടീസ് നൽകി ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതിന് പിന്നാലെയാണ് വീണ വിജയൻ കേരളം വിട്ടതായുള്ള വിവരങ്ങൾ പുറത്തുവരുന്നത്. വീണ വിജയൻ കർണാടകത്തിലേക്കോ തമിഴ്നാട്ടിലേക്കോ കടന്നതായുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. ഏത് നിമിഷവും അറസ്റ്റ് ഉണ്ടാകുമെന്നുള്ള സൂചന നേരത്തെ ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് കേരളം വിടാൻ തീരുമാനിച്ചതെന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. അന്വേഷണ ഏജൻസിക്ക് മുന്നിൽ ഹാജരാകണമെന്ന നിർദ്ദേശം നേരത്തെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി നൽകിയിരുന്നു. അത് മാത്രമല്ല, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അടക്കം മാസപ്പടി കേസിൽ അന്വേഷണം കൂടുതൽ കാര്യക്ഷമമാക്കിയ സാഹചര്യത്തിലാണ് വീണ വിജയൻ മുങ്ങിയിരിക്കുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം. വീണ വിജയനെതിരെ അറസ്റ്റ് ഉണ്ടാകുമെന്നുള്ള സൂചന കേരള പോലീസിൽ നിന്ന് തന്നെ വീണ വിജയന് ചോർത്ത് കിട്ടി എന്നുള്ളതാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. മുഖ്യമന്ത്രിയുടെ മകളെ കേന്ദ്ര ഏജൻസി ചോദ്യം ചെയ്യാൻ വിളിച്ചാൽ ആ ചോദ്യം ചെയ്യലിനൊപ്പം കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ഉണ്ടായേക്കാം. ഈ ക്ലിഫ് ഹൗസിലേക്ക് എത്തി വീണ വിജയനെ ചോദ്യം ചെയ്യാനുള്ള നീക്കം നേരത്തെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, അതായത് ഏത് വിധേനയും അന്വേഷണം തടയാനും ചോദ്യം ചെയ്യൽ തടയാനും അച്ഛന്റെ അധികാരം ഉപയോഗിച്ച്, സ്ഥാനം ഉപയോഗിച്ച്, ഭർത്താവിന്റെ മന്ത്രിപദവും പിതാവിന്റെ മുഖ്യമന്ത്രി പദവും ഒക്കെ ഉപയോഗിച്ച്, പണവും പേരും പ്രശസ്തിയും രാഷ്ട്രീയവും ഒക്കെ ഉപയോഗിച്ച് തടയാൻ മന്ത്രിക്കൊച്ചമ്മ കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട്. പക്ഷേ അങ്ങോട്ട് അടുക്കുന്നില്ല. നോക്കാം. നന്ദി.